കൊച്ചിയിലെ വിവരങ്ങളുമായി ശ്യാം പ്രസാദ് ഉത്തമൻ കൂടി ചേരുന്നുണ്ട്. ശ്യാം, ദീർഘദൂര സർവീസുകളെ വല്ലാതെ ബാധിക്കുന്ന രീതിയിലേക്കാണ് ദേശീയ പണിമുടക്ക് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട്ട് നിന്നും തിരുവനന്തപുരത്ത് നിന്നും പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ ഏതാണ്ട് ദേശീയ പണിമുടക്ക് പൂർണ്ണമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് കൊച്ചിയിലെ സ്ഥിതി, ശ്യാം? കൊച്ചിയിലും അക്ഷരാർത്ഥത്തിലൊരു ഹർത്താലിന് സമാനമായ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഉള്ളത് കലൂർ ജംഗ്ഷനിലാണ്. കലൂർ ജംഗ്ഷനിൽ രാവിലെ സാധാരണഗതിയിൽ ആളുകൾ കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ബസ്സുകളും മറ്റൊന്നും തന്നെ ഇല്ലാത്തതിനാൽ തന്നെ ആരും തന്നെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇത് വിജനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. രാവിലോടുകൂടി തന്നെ മെട്രോ സർവീസ് യാത്ര ആരംഭിച്ചുവെങ്കിൽ പോലും പക്ഷേ കാര്യമായ യാത്രക്കാരെ അതിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. വളരെ കുറച്ച് യാത്രക്കാർ മാത്രമാണ് ഈ പരിസരത്തും മറ്റുമൊക്കെ ആയിട്ട് പല ഇടങ്ങളിലായിട്ടും മറ്റുമൊക്കെ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഓട്ടോ കിടപ്പുണ്ട്. ചേട്ടാ, ഈ പണിമുടക്കിൽ പങ്കെടുത്തില്ലേ? പണിമുടക്കിൽ പങ്കെടുത്താൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടണതായിട്ട് ഓടിക്കാൻ വേണ്ടി ഇറങ്ങി. ആരുമില്ല റോട്ടിൽ, ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഈ പണിമുടക്കിൻ്റെ ആവശ്യം എന്താ? എന്ത് ഇതുകൊണ്ട് നേടും? ഒരു ദിവസം മുടക്കിയിട്ട് അതുകൊണ്ട് വലിയ നേട്ടമുണ്ടാകും? ഇത് പാവപ്പെട്ട ജനങ്ങളെയാണ് ഇത് ബാധിക്കണേ. സാമ്പത്തികമുള്ളവർക്കൊന്നും വിഷയമില്ല. ഞങ്ങളെപ്പോൾ ഉള്ളവർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ആരോട് പറയാനാ? സഹിക്കാനാ അത്ര തന്നെ. ഇവിടെ രാവിലെ വന്നിട്ടും വലിയ ആരെയായിട്ട് ഓട്ടൊന്നും കിട്ടിയില്ല. 50 രൂപയിൽ ഓടിയിട്ടില്ല. 50 രൂപ ഓടിയില്ല. ആ വെളുപ്പിന് 2.5 മണിക്കൂർ ഇങ്ങനെ കറങ്ങണേണ്. ആരെങ്കിലും റോട്ടിലുണ്ടെങ്കിലല്ലേ 10 രൂപ കിട്ടുള്ളൂ. 10 രൂപയിൽ ഓടിയിട്ടില്ല. ഹർത്താലിന് സമാനമായ സാഹചര്യം അല്ലേ? തീർച്ചയായിട്ടും ഹർത്താൽ വന്ന അതിന് സ്ട്രോങ് ആണ് ഇത്. ഒരു മനുഷ്യൻ റോട്ടിലില്ല, ആരുമില്ല, റോട്ടിലെ ആളേ ഇല്ല. ഇപ്പോൾ കണ്ട ഈ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് കൂടിയാണ് പങ്കുവച്ചത്. ഈ പണിമുടക്ക് കൊണ്ട് എന്ത് നേട്ടം എന്ന് കൂടിയാണ് അദ്ദേഹം ചോദിച്ചത്. അതും ഒരു ചോദ്യമാണ്. കാരണം സാധാരണക്കാരനെ പൂർണ്ണമായിട്ടും വലച്ചുകൊണ്ടുള്ള ഒരു പണിമുടക്ക് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. തൊട്ടപ്പുറത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ 1-2 യാത്രക്കാരെയും മറ്റുമൊക്കെ കാണാൻ കഴിയും. ഈ ഘട്ടത്തിൽ ഇന്നലെ ബസ് പണിമുടക്കുണ്ടായിരുന്നു. വളരെ വലിയ രീതിയിൽ ആളുകളെ വലയ്ക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ പൊതു പണിമുടക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. ഡയസ്ട്രോണടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും KSRTC ആദ്യഘട്ടത്തിൽ ഓടുമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും പക്ഷേ യൂണിയനുകൾ പൂർണ്ണമായിട്ടും ഓടാൻ തയ്യാറല്ല. അവർ പണിമുടക്കിൽ പങ്കെടുക്കും എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ ഇപ്പോൾ മറ്റ് യാത്രക്കാരൊക്കെ നിൽപ്പുണ്ട്. എവിടേക്ക് പോകാൻ നിൽക്കുമോ? ഞങ്ങൾ മട്ടാഞ്ചേരിക്ക് പോകാൻ വേണ്ടിയിട്ട്. ബസ് ഉണ്ടാവുമോ? നേരത്തെ ഒരു KSRTC പോകണുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കണേ. ഏതെങ്കിലും എങ്ങനെയെങ്കിലും പോകണം, വീട്ടിലെത്തണം. ആണോ? പണിമുടക്ക് അറിഞ്ഞില്ലായിരുന്നോ? പണിമുടക്ക് അറിയാമായിരുന്നു. ഇവിടെ ജോലി ചെയ്യുവാണ്? ജോലിയാണ് നമ്മളെ പാർസൽ ഹബില്ലേ, പോസ്റ്റ് ഓഫീസിൽ, അവിടെ വർക്ക് ചെയ്യുന്നു. അവിടുത്തെ ജോലി കഴിഞ്ഞ് പോകുന്ന എങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുവാ? മലപ്പുറം വൈപ്പിൻ. ഉണ്ടാവോ? ബസ് ട്രാൻസ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിയാ പോവാ, അല്ലെങ്കിൽ ഇവിടെ കിടക്കേണ്ടി വരും. ഇന്നലെ സ്വകാര്യ ബസ് പണിമുടക്ക്, ഇന്നിപ്പോ പൊതുപണിമുടക്ക്. മൊത്തത്തിൽ വരച്ചുകൊണ്ട് പോവല്ലേ? അതെ, പിന്നെ എല്ലാം കൊണ്ട് ഇടങ്ങാറാക്കണമല്ലോ. എങ്ങനെയെങ്കിലും മനുഷ്യനെ കൊന്നെടുക്കണം, അത് തന്നെ. ഇപ്പം ഈ പണിമുടക്കം ഉണ്ടാക്കിയിട്ട് എന്ത് നേട്ടം കിട്ടാനാണ്? ഒരു ഇതും കിട്ടാൻ പോകണില്ല. അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. കാരണം ജോലിക്കിടയിൽ ഇത്തരത്തിൽ ഈ പണിമുടക്കുകൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരായ ആളുകളെയാണ്. അവരുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കാരണം അവരാരും തന്നെ ഇത്തരത്തിൽ ഈ പണിമുടക്കിനോട് യോജിക്കുന്നില്ല എന്നതാണ് ഇവരിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്നത്. ഓക്കെ ശ്യാം, എന്തായാലും കൊച്ചിയിൽ വലിയ തോതിലുള്ള ജനവികാരം കൂടി ഈ ദേശീയ പണിമുടക്കിനെതിരെ ഉയരുന്നുണ്ട്. അതിൽ ആ തൊഴിലാളിയുടെ പ്രതികരണം കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വയറ്റത്തടിക്കുന്ന സമീപനമാണ് ഈ ദേശീയ പണിമുടക്കിലൂടെ ഉണ്ടാകുന്നത് എന്നാണ് ആ ഓട്ടോ തൊഴിലാളി ഉൾപ്പെടെ പ്രതികരിച്ചത്.